കിടങ്ങൂരിൽ 50 കുട്ടികൾ ഹരിത സ്കോളർഷിപ്പിന് അർഹത നേടി. കിടങ്ങൂർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും പൊതുവിദ്യാഭ്യാസ വകുപ്പും ശുചിത്വ മിഷനും ചേർന്ന് നടപ്പിലാക്കുന്ന വിദ്യാർത്ഥി ഹരിതസേന സ്കോളർഷിപ്പിൽ കിടങ്ങൂർ പഞ്ചായത്തിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി 50 കുട്ടികൾ അർഹത നേടി. ഇവർക്ക് 1500 രൂപ സ്കോളർഷിപ്പ് ലഭിക്കും. പദ്ധതിയുടെ ഭാഗമായി കിടങ്ങൂർ ഭാരതീയ വിദ്യാമന്ദിരം UP സ്കൂളിൽ നടന്ന ശുചിത്വ പഠനോത്സവം പഞ്ചായത്ത് പ്രസിഡന്റ് ഗീത സുരേഷ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പഞ്ചായത്തിലെ 6 സ്കൂളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് UP അതുപോലെ ഹൈസ്കൂൾ +1 എന്നീ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ശുചിത്വത്തിൽ മികവ് തെളിയിക്കുന്ന കുട്ടികളെ പങ്കെടുപ്പിക്കുകയും അതുപോലെ തന്നെ അവർക്ക് ഹരിതസേന സ്കോളർഷിപ്പ് കൊടുക്കുന്നതിനുമായിട്ടാണ് നമ്മൾ ഇവിടുന്ന് കൂടിയിരിക്കുന്നത്. ഇവിടെ ഒരു പഠനോത്സവം തന്നെയായിരുന്നു നടന്നതെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അതായത് എല്ലാ സ്കൂളുകളിൽ നിന്നും പിള്ളേർ പങ്കെടുക്കുക, 6 സ്കൂളുകളിൽ നിന്നും പിള്ളേർ പങ്കെടുക്കുകയും അധ്യാപകരും അവരോടൊപ്പം നിന്നുകൊണ്ട് മികച്ച അവതരണവുമായിട്ടാണ് ഇവിടെ ഈ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോയത്. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തെ മാലിന്യമുക്തമാക്കുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കുമാറാകട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആശ ആർ അധ്യക്ഷയായിരുന്നു. പിറയാർ ഗവൺമെന്റ് LP സ്കൂൾ ഹെഡ്മിസ്ട്രസ് സബിത S സ്വാഗതവും ഭാരതീയ വിദ്യാമന്ദിരം UP സ്കൂൾ ഹെഡ്മാസ്റ്റർ പ്രദീപ് കുമാർ നന്ദിയും പറഞ്ഞു. ശുചിത്വ മിഷൻ പാമ്പാടി ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺ ഹരികുമാർ മറ്റക്കര പദ്ധതി വിശദീകരണം നടത്തി. ആശംസകൾ നേർന്നുകൊണ്ട് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു രാജേഷ്, ശ്രീജ മനോജ് തുടങ്ങിയവർ സംസാരിച്ചു. മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചതിന് കുടല്ലൂർ സെന്റ് ജോസഫ്സ് UP സ്കൂൾ 1ാം സ്ഥാനവും കിടങ്ങൂർ ഭാരതീയ വിദ്യാമന്ദിരം UP സ്കൂൾ, കിടങ്ങൂർ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവ 2ാം സ്ഥാനവും, ചെമ്പിളാവ് ഗവൺമെന്റ് UP സ്കൂൾ, ചേർപ്പുങ്കൽ ഹോളി ക്രോസ് ഹയർ സെക്കൻഡറി സ്കൂൾ, കിടങ്ങൂർ NSS ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവ 3ാം സ്ഥാനവും നേടി. സ്കോളർഷിപ്പിന് അർഹരായ വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. സ്കൂൾ ഹാളിൽ നടന്ന വേസ്റ്റ് ആർട്ട് പ്രദർശനവും ശ്രദ്ധേയമായി.